ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ക്വിക്ക് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് വരാൻ പോണത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്താണ് ഉണ്ടാവാൻ പോണത്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ലവില് കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കാർഡ് ഇവിടെ 8 ഓഫ് കപ്സ് ആണ്, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആൻഡ് ഇവിടെ ലവേഴ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് ഉണ്ടാവാൻ പോണത്? 5 ഓഫ് പെന്റിക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്, 6 ഓഫ് സ്വേർഡ്സ്. ഇവിടെ എന്താ ഓവറോൾ എനർജി ആൻഡ് ഔട്ട്കം? 3 ഓഫ് സ്വേർഡ്സ്. അപ്പോൾ കാപ്രിക്കോൺ 9 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഞാൻ കാണുന്നത്. ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ റീസെൻ്റ്ലി സിംഗിൾ ആയി, ഓർ എൽസ് ഇത് നിങ്ങൾ കുറേ സമയം ആയിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാണ്ട്. നിങ്ങൾ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യണ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഫിനാൻഷ്യലി നല്ല ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലാണ് നിങ്ങൾ. ഇവിടെ 8 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി റീസെൻ്റ്ലി മേ ബി എന്തോ ഒരു ബ്രേക്ക് ഓഫ് ഉണ്ടായിട്ടുണ്ടാവും, ഓർ എൽസ് നിങ്ങൾ ഇമോഷണലി ആരുടെയോ അടുത്തുനിന്ന് ഡിസ്റ്റൻ്റ് ആയി. ഇവിടെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ബെറ്റർ ഡിസേർവ് ചെയ്യേണ്ടെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷനാണ് ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ഇവിടെ ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്യില്ല. ഇതൊരു സഡൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ആൻഡ് ഇതൊരു കുറേ എബ്രപ്റ്റ് കമ്മ്യൂണിക്കേഷനും ആവാൻ വഴിയുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഇവരെ മീറ്റ് ചെയ്യുക. ഇത് പക്ഷെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. മേ ബി ഒരു ജെമിനായി ആയിരിക്കാം. ഇത് ജെമിനായി സൈൻ ഇവിടെ കാണുന്നു. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്, ഒരു സ്ട്രോങ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു അൺഎക്സ്പെക്റ്റഡ്ലി ബൈ ചാൻസ് കോയിൻസിഡൻ്റ്ലി അങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്തു അങ്ങനത്തെ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആക്ച്വലി ഇതൊരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ കളിയാണ്. ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യണു എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ രണ്ടാളുടെയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട്. ഇത് ഡിവൈൻ കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ ഇത് ഡെസ്റ്റിനിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. മേ ബി ആ കണക്ഷനിൽ സഡൻ സ്പാർക്സ് നിങ്ങൾ ഫീൽ ചെയ്യും, ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ആവും. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. മിക്കവാറും ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി ആണ് സെപ്പറേറ്റ് ആയിച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ഇപ്പോൾ കരിയറിൽ 3 ഓഫ് സ്വേർഡ്സ് ആണ് ഫസ്റ്റ് കാർഡ്. ഇത് ഓവറോൾ എനർജിയാണ്. അപ്പോൾ ഇത് ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ തന്നെ എനർജി ആയിരിക്കാം കരിയറിലും കാണുന്നത്. എന്നുവെച്ചാൽ എവിടെയോ അതുകൊണ്ട് നിങ്ങളുടെ കരിയറും എഫക്റ്റ് ആവുണ്ടാവും. പക്ഷേ അതല്ല വെച്ചാൽ ഇത് ഒരു ഡിസപ്പോയിൻമെൻ്റ് എനർജിയാണ്. എന്തോ നിങ്ങളുടെ കരിയറിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാതിരി നടക്കുന്നില്ല. 5 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ലോസിൻ്റെ എനർജിയാണ്, ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ഒരു മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യലി ലോസ് ഉണ്ടായിട്ടുണ്ടാവും, ഓറൽസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അത് നിങ്ങൾ ഇടണ എഫേർട്സ് ലൈക്ക് അതിനൊക്കെ നിങ്ങൾക്ക് ആ അപ്രീസിയേഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ആ റിവാർഡ്സ് കിട്ടുന്നില്ല. ഇപ്പോൾ അഗൈൻ ഇത് നിങ്ങളുടെ ലവ് ലൈഫാണ് നിങ്ങളുടെ കരിയറിൽ പറയണമെന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ റീസെൻറ്റ് ബ്രേക്കപ്പ് കാരണം നിങ്ങൾ ലോ ആയിരിക്കും, ജനറലി ലോ ആയി ഫീൽ ചെയ്യും. നമ്മൾ കരിയറിലും അത്ര മോട്ടിവേഷൻ ഉണ്ടാവാണ്ട് ആണ് ആ ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ മേ ബി അത് എവിടെയോ നിങ്ങളുടെ കരിയറിനും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. ഇതൊരു പൈസീസ് എനർജിയാണ്, പക്ഷേ ഇത്
ഒരു ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, ഇത് സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. ഈ സമയത്ത് മേ ബി നിങ്ങൾക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി മെൻറ്റൽ സ്റ്റേറ്റ് കുറച്ചൊരു ലോ ആയിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്യണത്. ആൻഡ് ഇത് കുറച്ച് നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് തരണ എനർജിയാണ് ഈ ഹൈ പ്രീസ്റ്റസ്. അത് മാത്രമല്ല, ഇത് നിങ്ങൾ കുറച്ചൊരു റെക്ലൂസീവ് എനർജിയിലും ആയിരിക്കാം. എന്നുവെച്ചാൽ ഓൾറെഡി ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചൊരു ലോസ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ സീക്രട്ട് ആയിട്ട് കാര്യങ്ങൾ നടത്തുണ്ടാവും. പറഞ്ഞാൽ അത്ര സോഷ്യലൈസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ തന്നെ യുനോ എനർജിയിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതങ്ങനെ ഒരു സീക്രട്ട് ക്വയറ്റ് എനർജിയാണ്. അത് അല്ലാണ്ട് എനിക്ക് വേറെ എന്താ ഒരു കാര്യം ഇവിടെ ഒരു മെസ്സേജ് കിട്ടണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും ലോസ് ആയി ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടാച്ചോ, മേ ബി എക്സാം എഴുതിയിട്ട് വേണ്ട മാതിരി മാർക്സ് കിട്ടിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ആണെച്ചാൽ മേ ബി നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ കൂടെ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഇതൊരു സീക്രട്ട് ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അതും എനിക്കൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. 6 of Swords ഇവിടെ ഒരു എനർജി ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് മുമ്പോട്ടാണ് പോവുക. കാമ വാട്ടേഴ്സിൻ്റെ ഡിറക്ഷനിലാണ് പോണത്, സ്റ്റെബിലിറ്റിയുടെ ഡിറക്ഷനിലാണ് പോണത്. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യണത് അതൊരു ടെമ്പററി ഡിഫിക്കൽട്ടിയാണ്. ഇത് പെർമനൻ്റ് അല്ല. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഡിഫിക്കൽട്ട് സമയം ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് എപ്പോഴും തോന്നും ഇതാണ് ഇപ്പോൾ നമ്മളുടെ ലൈഫ് ഇങ്ങനെയാണ് ഉണ്ടാവാൻ പോണത്. പക്ഷെ അത് അങ്ങനെയല്ല. എപ്പോഴും ഒരു ബെറ്റർ ടൈംസ് വരും. ആൻഡ് അത് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില കേസസിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ട വെച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ അബ്രോഡ് പോണ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കാപ്രിക്കോൺ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലവ് ആൻഡ് കരിയറിൽ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഒരു പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ച വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ അവിടെ എല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുതന്നെ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.